അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ജീവിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഈ രണ്ടാമത്തെ ജീവിത കാലഘട്ടത്തിലേക്ക് വേണ്ടത് ഒന്നാമത്തെ ജീവിത അനുഭവ സമയത്ത് തന്നെ ദൈവം കൊടുക്കുകയാണ്. അവിടെ വെച്ച് ഒരു കുഞ്ഞിത് വേണ്ടാന്ന് പറഞ്ഞാൽ പുറത്തു വരുമ്പോൾ കയ്യും കാലും ഇല്ലാണ്ടാ വരുന്നെങ്കിൽ എന്താ ആ കുഞ്ഞിൻ്റെ രൂപം? ആർക്കാണ് അതിന് വേണ്ടത്? നാം ആലോചിക്കാറുണ്ടോ? അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ, ശരിക്കും കേൾക്കണം, രണ്ടാമത്തെ ജീവിത കാലഘട്ടമാകുന്ന ഈ ഭൂമിയിലെ വാസക്കാലത്ത് തന്നെ മൂന്നാമത്തെ ജീവിതകാലത്തേക്കുള്ളത് നാം നേടിയിരിക്കണം. ഒന്നാമത്തെ അവസ്ഥയിൽ രണ്ടാമത്തെ അവസ്ഥയ്ക്ക് വേണ്ടതെല്ലാം നേടുന്നത് പോലെ രണ്ടാമത്തെ ജീവിത കാലഘട്ടത്തിൽ മൂന്നാമത്തെ ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം നേടിയിരിക്കണം. നിത്യജീവന്റെ ആഹാരം ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കണം. നിത്യജീവന്റെ വഴിയിൽ നാം ഇവിടെ വെച്ച് ഈ കാലഘട്ടത്തിൽ കടന്നിരിക്കണം. രക്ഷയുടെ വഴിയിലേക്ക് ഇവിടെ വെച്ച് നാം പ്രവേശിച്ചാൽ മാത്രമേ രക്ഷയുടെ പൂർത്തിയിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയൂ. പഴയ നിയമത്തിൽ അബ്രഹാമും ഇസാക്കും യാക്കോബും ഒക്കെ ഈ ലോക ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അബ്രഹാം മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. ഇന്ന് ആധുനിക സഭകൾ പഠിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ഇല്ല. അങ്ങനെയെങ്കിൽ അബ്രഹാം മരിച്ച് ജനത്തോട് ചേരുമോ? ജനം എന്ന് വിളിക്കണമെങ്കിൽ കുറേ ശവം കൊണ്ടുവന്നിട്ട് നിങ്ങൾ അതിനെ ജനം എന്ന് വിളിക്കുമോ? കുറേ ഡെഡ് ബോഡികൾ, മനുഷ്യൻ്റെ ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്നാൽ ഓ നോക്കി എന്തോ ഒരു ജനക്കൂട്ടം, ആരെങ്കിലും പറയുമോ? ഇല്ല. ഡെഡ് ബോഡി ആരും ജനമെന്ന് വിളിക്കില്ല. മൃതദേഹത്തെ ജനമെന്ന് വിളിക്കാറില്ല. അപ്പോൾ യാക്കോബ് മരിച്ച് തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങളാ പറയേണ്ടത്, ജീവനുള്ള ഒരു സമൂഹത്തോട് തന്നെയാണ് പിതാക്കന്മാര് ചേരുന്നത്. അവർ തിരശ്ശീലയ്ക്കപ്പുറത്താണ്. ഈ ദേവാലയത്തിൻ്റെ നടുവിൽ ഇങ്ങനൊരു വഴി തിരിച്ചിട്ടിട്ടുണ്ട്. അത് വീഡിയോ ക്യാമറ വയ്ക്കാൻ വേണ്ടിയാണോ? പിന്നെന്തിനാ? മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ, അവരുടെ സാന്നിധ്യം, അവരുടെ സംസർഗം ഇവിടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നതുകൊണ്ട് അവരെ പ്രത്യേകിച്ചും നാം കണക്കാക്കുകയാണ് അവരുടെ സാന്നിധ്യം ഈ സ്ഥലത്തുള്ളതായിട്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് നിന്റെ മഹത്വമുദീക്കും പരിമല തിരുമേനിയുടെ ഓർമ്മ ഈ നാളുകളിൽ നാം ആഘോഷിക്കുകയായിരുന്നു. അഭൂതപൂർവമായ ജനക്കൂട്ടമായിരുന്നു പരിമലയിൽ. മഴയുടെ ശല്യമുണ്ടായിട്ടും ആളുകൾ ഓടിക്കൂടുകയായിരുന്നു. എന്താണ് കാരണം? ആ പുണ്യാത്മാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ പുണ്യാത്മാവിൻ്റെ ജീവിത പാതകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. നിങ്ങൾ അക്ബർ ചക്രവർത്തി എന്ന് കേട്ടിട്ടുണ്ടാകും. അക്ബർ ചക്രവർത്തിക്ക് സമ്മാനങ്ങൾ കിട്ടുന്നത് വലിയ ഇഷ്ടമാണ്. സമ്മാനങ്ങൾ അർഹിക്കുന്നവർക്ക് കൊടുക്കാനും ചക്രവർത്തിക്ക് സന്തോഷമാണ്. ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വിദ്വൽ സദസ്സിൽ വളരെ മിടുക്കനായൊരു വിദ്വാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബീർബൽ.
ഒരു ദിവസം അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തെ ഒരു ശില്പി ചക്രവർത്തിക്ക് ഒരു നല്ല സമ്മാനം തിരുമുൽക്കാഴ്ചയായിട്ട് വെച്ചു. എന്താണെന്നല്ലേ? ഒരു പടച്ചട്ട, മാറിലണിയുന്ന തകിട് കൊണ്ടുണ്ടാക്കിയ ഒരു മാർച്ചട്ട. യുദ്ധക്കളത്തിൽ പോകുമ്പോൾ വെട്ടും കുത്തും ഏക്കാതിരിക്കാൻ ഉണ്ടാക്കിയ ഈ പടച്ചട്ട ഈ ശില്പി പണിത് ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുത്തു. അക്ബർ ചക്രവർത്തി ബുദ്ധിമാനാണ്. ചക്രവർത്തിക്ക് സംശയം തോന്നി, ഈ പടച്ചട്ട ബലമുള്ളതല്ലെങ്കിൽ, ഇത് മോശമായ മെറ്റീരിയലാണെങ്കിൽ വെട്ടും കുത്തുമൊക്കെ വരുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോവും. ഞാൻ ശത്രുവിൻ്റെ വെട്ടേറ്റ് പടക്കളത്തിൽ മരിക്കും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ പടച്ചട്ടയുടെ ബലമൊന്ന് പരിശോധിക്കണം. അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ആ കരിങ്കല്ലിൻ്റെ പ്രതിമയിൽ ഈ പടച്ചട്ട അണിയിക്കൂ, വാളും കുന്തും എടുത്ത് വെട്ടും കുത്തുകയൊക്കെ ചെയ്യുക. അങ്ങനെ വെട്ടും കുത്തു കേൾക്കുമ്പോൾ പടച്ചട്ടയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ചക്രവർത്തി കൽപ്പിച്ചതല്ലേ. ഒരു നിമിഷം താമസിച്ചില്ല. ആളുകൾ ഓടിച്ചെന്ന് ആ പടച്ചട്ട എടുത്ത് ഒരു പ്രതിമയിൽ അണിയിച്ചു. അവർ വാളെടുത്ത് 3-4 വെട്ടങ്ങൾ വെട്ടിയപ്പോൾ പടച്ചട്ട തുണ്ട് കഷ്ണങ്ങളായിട്ട് തകർന്ന് പൊടിഞ്ഞ് താഴെ വീണു. ശില്പിയെ ചക്രവർത്തി വിളിച്ചു. അക്ബർ ചക്രവർത്തി മണ്ടനാണെന്നാണ് നീ വിചാരിച്ചില്ലേ? നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പടച്ചട്ട കൊണ്ട് ഞാൻ യുദ്ധക്കളത്തിൽ പോകും, ശത്രുക്കൾ എന്നെ വെട്ടുകയും കുത്തുകയും ചെയ്യുമ്പോൾ ഇതങ്ങ് പൊട്ടിപ്പോകും, അങ്ങനെ ഞാനിവിടെ മരിച്ചു വീഴും എന്ന് നീ കണക്കാക്കി. നീ ശത്രുവിൻ്റെ ഏജൻ്റാണ്, നീ രാജ്യദ്രോഹിയാണ്, നീ ജീവിച്ചിരിക്കാൻ പാടില്ല, ഇവനെ കൊണ്ടുപോയി തുറുക്കിലടയ്ക്കൂ ചക്രവർത്തി കൽപ്പിച്ചു. അപ്പോൾ ബീർബൽ മുന്നോട്ട് വന്നു. ചക്രവർത്തി തിരുമേനി, ഈ മനുഷ്യൻ അയാൾക്ക് കഴിയുന്നത്ര നല്ലതായി ഒരു പടച്ചട്ട ഉണ്ടാക്കി. അത് അണിയുവാൻ സൗകര്യം വേണം, കനം കുറവായിരിക്കണം, അത് ശക്തിയുള്ളതും ബലമുള്ളതുമായിരിക്കണം. ഇതൊക്കെ പുള്ളി ചിന്തിച്ചു കാണും. മനഃപൂർവ്വം ചെയ്തൊരു അപരാധമാകില്ല. ഒരു പടച്ചട്ട കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ, അതും കൂടെ നോക്കിയിട്ട് അദ്ദേഹത്തെ തടങ്കിലിടാം, അല്ലെങ്കിൽ കുറ്റവാളിയായി കണക്കാക്കാം. ചക്രവർത്തി സമ്മതിച്ചു. 3 മാസത്തെ അവധി കൊടുത്ത് മറ്റൊരു പടച്ചട്ട ഉണ്ടാക്കുവാൻ ഈ ശില്പിയെ പുറത്തേക്ക് വിട്ടു. 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഒരു സമ്മാനവുമായി വരികയാണ്, പടച്ചട്ട. അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ബീർബൽ പുറകെ ചെന്നു. എന്തോ ഈ ശില്പിയുടെ ചെവിയിൽ ഒന്ന് മന്ത്രിച്ചു. അതും കേട്ടിട്ടാണ് ശില്പി പോയത്. പടച്ചട്ട കൊണ്ടുവന്നു, ചക്രവർത്തിയുടെ മുമ്പിൽ കൊടുത്തു. പതിവ് പോലെ ചക്രവർത്തി പറഞ്ഞു, അത് പ്രതിമയിൽ അണിയിക്ക്, വെട്ടിക്കുത്തി അതിൻ്റെ ശക്തി പരീക്ഷിക്കണം. അവിടെ നിന്ന കിങ്കരന്മാർ അദ്ദേഹം കാഴ്ചയായി വെച്ച ഈ പടച്ചട്ട എടുത്ത് കരിങ്കൽ പ്രതിമയിൽ അണിയിച്ചു. ശില്പി അവിടെ വെറുതെ നിന്നില്ല. ശില്പി ഓടി അങ്ങോട്ട് ചെന്ന് ആ പടച്ചട്ട എടുത്ത് സ്വയം അണിഞ്ഞു. അവിടെ ഇരുന്നൊരു വാളും പരിചയം എടുത്തു. ഈ പടച്ചട്ട തകർക്കാൻ വന്ന ആളുകളെ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ പട്ടാളക്കാരെ നിമിഷങ്ങൾക്കകം ശില്പി പറപ്പിച്ചു. എന്നിട്ട് ഈ വാളും പരിചയം ഈ പടച്ചട്ടയും എല്ലാം വന്ന് അക്ബർ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ശില്പി ചക്രവർത്തിയോട് പറഞ്ഞു, അക്ബർ ചക്രവർത്തി മഹാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അങ്ങേക്കൊരു പടച്ചട്ട ഉണ്ടാക്കി കൊണ്ടുവന്നു. അങ്ങ് യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ ഈ പടച്ചട്ട അങ്ങയെ സംരക്ഷിക്കണം, അടിയൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷേ അക്ബർ ചക്രവർത്തി ഈ പടച്ചട്ട എടുത്ത് അണിഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിൽ ചെന്ന് ശത്രുവിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് കയ്യും കെട്ടി അങ്ങ് ഇരുന്നു കൊടുക്കും. എന്നെ വെട്ടുന്നെങ്കിൽ വെട്ടിക്കോ, കുത്തുന്നെങ്കിൽ കുത്തിക്കോ എന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നു കൊടുക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഇരുന്നു കൊടുക്കുമ്പോൾ അങ്ങേ ഈ പടച്ചട്ട രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങേ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ശത്രുവിനോട് പോരാടുമ്പോൾ അവിടുന്ന് വരുന്ന വെട്ടും കുത്തും ഈ പടച്ചട്ട തടയണമെന്ന് മാത്രമേ അടിയൻ ചിന്തിച്ചുള്ളൂ. പ്രിയപ്പെട്ടവരെ, ചക്രവർത്തി
അത്ഭുത പരതന്ത്രനായിപ്പോയി. ആ ശില്പിക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചു. ആരാണ് ശില്പിക്ക് ഈ ഉപദേശം ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തത്? ബീർബൽ. പരിമല തിരുമേനി ഒരു ബീർബലാണ്. എന്നോട് നിങ്ങളും പരിമല തിരുമേനി പറയുന്നത് ഈ ബീർബൽ പറഞ്ഞതുപോലെയാണ്. നിങ്ങളെല്ലാം പരിമല തിരുമേനിയെ ഏൽപ്പിക്കുകയല്ല വേണ്ടത്. പരിമല തിരുമേനി സഞ്ചരിച്ച പാതയിൽ കൂടി, വിശ്വാസത്തിൽ കൂടി അനുകരിക്കാൻ നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ വിശുദ്ധന്മാരെയും പിതാക്കന്മാരെയും ഓർക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ. നാം അവരുടെ പ്രാർത്ഥനയിൽ ശരണപ്പെടണം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം അവരുടെ വിശ്വാസം അനുകരിക്കണം. അപ്പോസ്തലൻ പറഞ്ഞ പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അത് എൻ്റെ കർത്താവ് മഹത്വത്തിൻ്റെ നാളിൽ എനിക്ക് തരുമെന്നുള്ള പ്രത്യാശ ആ പുണ്യവാന്മാരെ പോലെ നമുക്ക് നേടാൻ കഴിയണം. അതിനാണ് നാം പിതാക്കന്മാരെ അനുസ്മരിക്കുന്നതും ഓർക്കുന്നതും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാം എളുപ്പത്തിൽ സാധിക്കുന്ന സംവിധാനമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളാണ് ഈ പരീക്ഷാ സമയമാകുമ്പോൾ പേന കൊണ്ടുവരും. ഇതൊന്ന് വാഴ്ത്തിത്തരണം. ക്ലാസ്സിൽ കയറൂല, മര്യാദയ്ക്ക് പഠിക്കില്ല. എഴുതാനുള്ളതല്ല ഈ വാഴ്ത്തി കിട്ടിയ പേനയുടെ അറ്റത്തോടെ ഇങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹം. എന്നാൽ പേന വാഴ്ത്തുകയും ആ വാഴ്ത്തിയ പേന കൊണ്ട് എഴുതുകയും ചെയ്യുമ്പോൾ പ്രയോജനമുണ്ടാകും. നാം ചെയ്യേണ്ടതൊക്കെ നാം ചെയ്യുകയും നാം തയ്യാറാകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് നാം ചെല്ലുമ്പോൾ ഈ പേന നമുക്ക് തീർച്ചയായും പ്രയോജനപ്പെടും. ഈ അടുത്ത കാലത്ത് ഒരബ്കാരി കോൺട്രാക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ കമ്പനിയിൽ പരിമല തിരുമേനിയെ ഒരു പാർട്ട്ണറാക്കി ചേർത്തിരിക്കുകയാണ്. കള്ളുകച്ചവടമാണ് ബിസിനസ്. ഒരു പാർട്ട്ണർ പരിമല തിരുമേനിയാണ്. അപ്പം പിന്നെ നഷ്ടം വരാൻ നോക്കണ്ട ആരാ? എന്നിട്ട് എല്ലാ വർഷവും പരിമലപ്പള്ളിയിൽ പെരുന്നാളിന് പോയി ഈ കെട്ട് അവിടെ കൊണ്ടുപോയിടും. ഏത് ലാഭവീതം വെള്ളം ചേർത്ത് മനുഷ്യനെ പറ്റിച്ചത്. ഇന്ന് അങ്ങനെ അധപ്പതിച്ചിരിക്കുകയാണ് വിശ്വാസ മേഖല. അതിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് കൊണ്ടാണ് വേർപെട്ടുപോയവരെ ഓർക്കുന്നതിനെക്കുറിച്ചും വേർപെട്ടുപോയവരോടുള്ള മധ്യസ്ഥതയെക്കുറിച്ചുമൊക്കെ ഇന്ന് വലിയ എതിർപ്പ് സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 10-20 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആലുവയിൽ കൂടെ കടന്നു പോകുമ്പോൾ 2-3 കുട്ടികൾ ആലുവ പമ്പ് കവലയിൽ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻറ്റും ഇല്ലാതെ ഒരു മൈക്ക് വെച്ച് പാട്ടുപാടുകയാണ്. ഞാനൊക്കെ പാടുന്ന പാട്ട് നിങ്ങളും പാടാറുള്ള പാട്ടാണ്. പക്ഷെ അവരാ പാട്ട് പാടിയപ്പോൾ എനിക്ക് വലിയ പ്രത്യേകത തോന്നി. ഞാൻ കാറോട് ഒതുക്കിയിട്ട് ആ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ട്യൂൺ പഠിക്കാൻ. അവർ പാടിയതുപോലെ ഞാൻ പാടാൻ, നിങ്ങൾ എൻ്റെ കൂടെ പാടണ്ട. നിങ്ങളൊക്കെ പാടുന്ന പാട്ടാണ്, പക്ഷെ അവർ പാടുന്നത് വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. അല്പകാലം മാത്രം അങ്ങനെയൊക്കെ വരുമോ നമ്മൾ പാടുമ്പോൾ? അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം.
ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം, സ്വർപ്പുരമാണെൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. ഈ ലോകം എനിക്ക് ഒന്നും തരുന്നില്ല, എനിക്ക് ശാശ്വതമായൊരു വീട് എൻ്റെ ദൈവം ഒരുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ലോകത്തുനിന്ന് വിട്ടുപോകാൻ താല്പര്യമുണ്ടോ? അതുകൊണ്ട് വേർപെട്ടുപോയവരെ ഓർക്കുന്നത് വിഷമം, അവരെ അനുകരിച്ചാൽ മരിക്കണ്ടേ? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നിത്യജീവൻ എല്ലാവർക്കും വേണം, പക്ഷെ മരിക്കാൻ ആർക്കും മനസ്സില്ല. ഞങ്ങളുടെ നാട്ടിൽ വല്യപ്പച്ചൻ, നടക്കാൻ പ്രയാസമാണ്. മക്കളുടെ 2 മക്കളെ, കുഞ്ഞുമക്കളെ 2 പേരെയും 2 വശത്ത് നിർത്തി അവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് അപ്പച്ചൻ നടക്കുന്നത്. എന്നിട്ട് നടക്കുമ്പോൾ അപ്പച്ചൻ ആത്മഗതമായിട്ട് പറഞ്ഞു, ഓ, ഈ പിള്ളേരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ കൊണ്ടു നടക്കാനുള്ളത്? ഇവിടെ നിന്ന് പോകാൻ ആരും ഒരുക്കമില്ല. നമ്മളൊക്കെ പാടുകയൊക്കെ ചെയ്യുമ്പോൾ, മരണ വീട്ടിലൊക്കെ പ്രത്യേകിച്ചും, ദുഃഖത്തിൻ്റെ പാനപാത്രം ഇനിയത്തെ പാടണം. ഈ പള്ളിക്കകത്തിരുന്ന് അത്രയും ഇല്ല നോണ കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, ഓ, നമ്മൾ പാടുന്നതും നമ്മുടെ ജീവിതാനുഭവവും തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർ സകലവും ഈ ലോകത്തെ നേട്ടങ്ങളെല്ലാം ചവറ് എന്ന് എണ്ണിയവരാണ്. ഇന്ന് ദേവദോസൂസ് തിരുമേനിയുടെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ നമുക്കും ഈ ലോകത്ത് നിന്ന് ജനത്തോട്, നമ്മിൽ നിന്ന് കടന്നുപോയ പിതാക്കന്മാരോട് ചേരുവാൻ ഒരു ദിനമുണ്ട്. എ ഡേ ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്ന് ചിന്തിക്കാൻ കഴിയണം. പക്ഷേ അതൊരവസാനമല്ല. ദിസ് കഫിൻ, ശവപ്പെട്ടിയിലെ, ദാറ്റ് ഈസ് ദ കീ ടു ഓപ്പൺ ദ ഡോർ ഓഫ് ഇറ്റേണിറ്റി. നിത്യതയുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് ശവപ്പെട്ടി. അതുകൂടെ കടന്നു പോകാതിരിക്കാൻ ഒക്കെയില്ല. പക്ഷെ നമ്മൾ പോകുന്നത് നിരാശയിലേക്കല്ല, സന്തോഷത്തിൻ്റെ പറുദീസയിലേക്ക്, ജനത്തോട് ചേർന്ന്, അവിടെ ദൈവത്തെ ആരാധിക്കുന്ന ആ സമൂഹത്തോട് ചേർന്ന് നമുക്ക് ആരാധിക്കത്തക്കവണ്ണം ഒരുങ്ങുവാൻ കഴിയുന്നത് ഈ ലോകത്തിലെ ജീവിത കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ പുണ്യാത്മാവിനെ നാം ഇന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹത്തോട് നമുക്ക് മധ്യസ്ഥത യാചിക്കാം. അതോടൊപ്പം ആ നല്ല ജീവിത വഴി, ആ മാർഗം സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വളരെ താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് എൻ്റെ നന്ദിയും ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ എവൻഗേലിയൻ ഭാഗം നിങ്ങൾ വായിച്ച് കേട്ട് കാണും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വേദഭാഗം നിങ്ങൾക്ക് കാണാവുന്നതാണ്. യേശു ഫിലിപ്പിയ കേസറിയ ദേശത്ത് ശിഷ്യന്മാരോട് കൂടെ വന്നു ചേരുകയാണ്. അവിടെ വെച്ച് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് വളരെ രഹസ്യമായി ഒരു കാര്യം യേശു തമ്പുരാൻ ചോദിക്കുകയാണ്. എന്താണ് ആ ചോദ്യം? മനുഷ്യർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളുടെ ഗുരുവും
നിങ്ങളെൻ്റെ ശിഷ്യരുമായി കഴിയുന്നുവെങ്കിലും ഈ പബ്ലിക്കിന് എന്നെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? നിങ്ങൾ അവരുടെ ഏത് വിധത്തിലുള്ള കമൻസാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതാണ് ഇന്നത്തെ വേദ വായന ഭാഗം. ഉടനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, നീ യോഹന്നാനാണ്, അങ്ങനെ വരാനുള്ള ദൈവാത്മാവിൽ വരാനുള്ള ആരോ ആണ് എന്ന് പലരും പറയുന്നു. അപ്പോൾ വിവിധ ഭാഗത്ത് വിവിധ രീതിയിൽ പറയുന്ന ആളുകളെക്കുറിച്ച് ശിഷ്യന്മാർ യേശുവിനെ മറുപടി കൊടുക്കുകയാണ്. ഈ മറുപടി കേട്ട് കഴിഞ്ഞപ്പോൾ യേശു ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ഇന്ന് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ശരി, മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ യേശുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി പറയുന്നവരുണ്ട്. യേശു ഒരത്ഭുതവാനാണ് എന്ന് പറയുന്നവരുണ്ട്. യേശു മിറക്കിൾ പ്രവർത്തിച്ച് അനേകരെ സൗഖ്യം കൊടുക്കുന്ന വൈദ്യനാണ് എന്ന് പ്രഘോഷിക്കുന്നവരുണ്ട്. യേശുവിൽ കൂടി സത്യസായി ബാബയെ പോലെയോ അമൃതാനന്ദമയി അമ്മയെപ്പോലെയോ ഉള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്നവനാണ് യേശു എന്ന് പ്രഘോഷിക്കുന്നവരും ഉണ്ട്. നമ്മൾ പലരും അങ്ങനെ പ്രഘോഷിക്കുന്നത് കേൾക്കുന്നവരുമാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് യേശു അറിയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിന് ഉത്തരം കൊടുത്തത് പത്രോസ്ലീഹയാണ്. പത്രോസ്ലീഹ ശിഷ്യന്മാർക്ക് വേണ്ടി പറഞ്ഞ മറുപടിയാണ് ഞാനും നിങ്ങളും യേശുവിനെ കുറിച്ച് പറയേണ്ടത്, ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടത്, ഞാനും നിങ്ങളും പ്രഘോഷിക്കേണ്ടത്. എന്താണത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന് ഇത്രയും സന്തോഷമുള്ള ഒരു പ്രസ്താവന കേൾക്കാനില്ല. അവൻ ദൈവപുത്രനാണ്, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന തൃത്വത്തിലെ രണ്ടാമനാണ് എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ആ വിശ്വാസം ഏറ്റുപറയുന്നത്, കേൾക്കുന്നതാണ് യേശുവിന് ഏറ്റവും സന്തോഷകരമായ അനുഭവം. ഇതാണ് നാം കാണുന്നത്. യേശു ശീമോനോട് പറയുന്നു, ശീമോനെ, നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, പിന്നെയോ ദൈവം തമ്പുരാൻ തന്നെയാണ്, സ്വർഗസ്ഥനായ പിതാവാണ്. എന്നിട്ട് പത്രോസിനോട് പറയുന്നു, നീ പത്രോസാകുന്നു, നിന്റെ പേരെത്ര അന്വർത്ഥമാണ്, നിന്റെ പേരിന് ഒരർത്ഥമുണ്ട്, പാറ. അതേ, വാസ്തവത്തിൽ പത്രോസ് എന്നുള്ള പേരിന് നീ അർഹനാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നീ ഏറ്റുപറഞ്ഞ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന വിശ്വാസമാകുന്ന പാറമേൽ ഈ സഭയെ ഞാൻ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനോട് മല്ലിടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നിങ്ങനെ വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ, സംതൃപ്തിയോടെ യേശു പറയുന്ന ആ വലിയ വാഗ്ദാനമാണ് ഇന്ന് എവൻഗേലിയൻ ഭാഗത്ത് പരാമർശിക്കുന്ന വസ്തുത എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ ഇത് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ഒരു വാചകമാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്ന് പത്രോസിനോട് പറഞ്ഞു. അതുകൊണ്ട് സ്വർഗത്തിൻ്റെ താക്കോൽ പത്രോസിന് മാത്രമേ ഉള്ളൂ, ബാക്കി ശിഷ്യന്മാർക്ക് ആർക്കുമില്ല എന്ന് വാദിക്കുകയും പത്രോസിൻ്റെ പേര് പറഞ്ഞ് അധികാരം സ്ഥാപിക്കുകയും ചെയ്യുന്ന
ഒരു സംവിധാനം ഉണ്ടായിപ്പോയിട്ടുണ്ട് സഭയിൽ, അത് നിങ്ങൾ മറക്കണ്ട. ഇതാണ് ഞാൻ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത്. താക്കോല് പത്രോസിന് കർത്താവ് കൊടുത്തു. ഇത് ചെമ്പുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ ഉണ്ടാക്കിയ ഒരു താക്കോലല്ല. താക്കോലിൻ്റെ ആവശ്യം എന്താണ്? താക്കോൽ കൊണ്ട് എന്തു ചെയ്യും? പൂട്ടുകയും തുറക്കുകയും ചെയ്യും. എന്നാൽ കർത്താവ് പത്രോസിന് കൊടുത്ത താക്കോല് പൂട്ടാനും തുറക്കാനുമുള്ളതല്ല. പിന്നെയോ കേട്ടില്ല, കെട്ടുവാനും അഴിക്കുവാനുമുള്ളതാണ്. എന്താണ്? പാപമോചന അധികാരം. പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പദവിയായിരിക്കുന്ന പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം കർത്താവ് പത്രോസിനെ ഏൽപ്പിക്കുന്നതാണ്. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്, 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 18-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 16-ന്റെ 18-ഉം 18-ന്റെ 18-ഉം. അവിടെ എന്താണ് പറയുന്നത്? തൻ്റെ 12 ശിഷ്യന്മാരോടൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അങ്ങനെ പത്രോസിന് കൊടുത്ത അതേ അധികാരം മറ്റെല്ലാ അപ്പോസ്തലന്മാർക്കും കർത്താവ് കൊടുക്കുന്നത് കൊണ്ട് പത്രോസ് സ്ലീഹന്മാരുടെ തലവനാണെങ്കിലും പരമാധികാരി അല്ല എന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, പത്രോസിന് ആടുകളെ മേയിക്കുവാനും കുഞ്ഞാടുകളെ മേയിക്കുവാനുമുള്ള അവസരം കർത്താവ് കൊടുക്കുന്നത് കർത്താവ് അവന് നേരത്തെ കൊടുത്തിരുന്ന പദവി നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്താണ്. 3 വട്ടം അവൻ തന്നെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. അതുകൊണ്ട് സ്ലീഹന്മാരുടെ ഗണത്തിൽ നിന്ന് പത്രോസ് അന്യനായി പോയി എന്നും വീണ്ടും അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് അവനെ ഉറപ്പിച്ചു എന്നുമാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച നമസ്കാരത്തിൽ പാതിരയുടെ 2-ാം കൗമിയിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പിതാക്കന്മാർ എഴുതിയിട്ടുള്ള ആ ഗാനം ഇങ്ങനെയാണ്: വെളിയിൽ ശമൂൻ കേഴുന്നു, ഗുരുവേ പാവക ശിഷ്യൻ ഞാൻ. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി? വെളിയിൽ ശമൂൻ കേഴുന്നു, ഗുരുവേ താവക ശിഷ്യൻ ഞാൻ. പത്രോസ് പുറത്തിറങ്ങി പൊട്ടിക്കരയുകയാണ്. അവൻ കേഴുകയാണ്. എന്താണ് പറയുന്നത്? ഗുരുവേ, ഞാൻ നിന്റെ ശിഷ്യനാണ്. വീണ്ടും അവൻ അപേക്ഷിക്കുന്നു, വാതിൽ തുറക്കൻ പേർക്കായി ഭൂവാനങ്ങൾ. എനിക്ക് വേണ്ടി നീ വാതിൽ തുറന്നു തരണം. ഞാനിപ്പോൾ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. വാതിൽ തുറക്കൻ പേർക്കായി ഭൂവാനങ്ങൾ. കേഴുന്നയ്യോ രാജ്യത്തിൻ താക്കോൽ ഞാൻ കൈവിട്ടതിനാൽ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നീ എന്നെ ഏൽപ്പിച്ചു നാഥ, പക്ഷേ ഞാനത് കൈവിട്ട് കളഞ്ഞു. അതുകൊണ്ട് ആകാശവും ഭൂമിയും കരയുന്നു. നീ എനിക്ക് വാതിൽ തുറന്നു തരണം, നീ എനിക്ക് അകത്ത് പ്രവേശനം തരണം എന്ന് പത്രോസ് പ്രാർത്ഥിക്കുന്നതായി പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊടുത്ത ആ അധികാരം പത്രോസിന് കൊടുത്തെങ്കിലും ഞാൻ അവനെ അറിയില്ല, ആ മനുഷ്യനെ അറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ പത്രോസ് സകലതും നഷ്ടപ്പെട്ടവനായി പോയി കഴിഞ്ഞു. അവന് ആ പദവി യേശുക്രിസ്തു തിരിച്ചു കൊടുത്തു. ഇത് ഇന്നത്തെ എവൻഗേലിയോനിൽ നിങ്ങൾ വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ സെക്കൻഡ് പോർഷനാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് പറഞ്ഞ പത്രോസിനോടും കൂട്ടരോടും യേശു വീണ്ടും പറയുന്നത്, ഞാൻ യഹൂദന്മാരാൽ പിടിക്കപ്പെടും, കഷ്ടമനുഭവിച്ച് ക്രൂശിന്മേൽ തറയ്ക്കപ്പെടും, ഞാൻ കൊല്ലപ്പെടും. അതിനാണ് എൻ്റെ പിതാവ് എന്നെ നിയോഗിച്ച് അയച്ചിരിക്കുന്നത് എന്ന കാര്യം ശിഷ്യന്മാരോട് യേശു മുൻകൂട്ടി തുറന്ന് പ്രസ്താവിക്കുന്നതാണ് അടുത്ത വാചകം.
അതാണ് എവൻഗേലിയോനിൽ നിന്ന് അച്ഛൻ വായിച്ച് നിങ്ങൾ കേട്ടത്. പത്രോസ് ചെയ്തത് എന്താണ്? പത്രോസ് കർത്താവിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങനെ സംഭവിക്കരുത്, നിനക്കത് സംഭവിക്കരുത്, നീ ക്രൂശിലേക്ക് പോകണ്ട, നീ കഷ്ടതയിലേക്ക് പോകണ്ട, അതിൻ്റെ ആവശ്യമില്ല, നീ ഒരിക്കലും അതിന് വിധേയനാകാൻ പാടില്ല. അവിടെയാണ് താക്കോല് കൊടുത്ത കർത്താവ് അടുത്തതായി പത്രോസിനെ വിളിക്കുന്ന പദം നിങ്ങൾ കേൾക്കുന്നത്. ഓർക്കുന്നുണ്ടോ? ഇന്നത്തെ എവൻഗേലിയോനിൽ നിന്ന് അവിടെ പത്രോസിനെ കർത്താവ് വിളിക്കുന്നത് നിങ്ങൾ ഓർക്കണം. നീ ഭാഗ്യവാനാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുന്ന കർത്താവ് നെക്സ്റ്റ് സെൻറ്റൻസ് പത്രോസിനോട് പറയുന്നത്, സാത്താനെ, നീ എന്നെ വിട്ടുപോകൂ. പത്രോസിനെ വിളിച്ചത് സാത്താനെ എന്നാണ്. യേശുവിനെ ക്രൂശിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സാത്താനോട് വിട്ടുപോകാൻ കർത്താവ് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത് ഞാൻ വായിക്കുന്നു. കല്ലുകൾ അപ്പമായി തീരാൻ പറഞ്ഞു സാത്താൻ. നീ എന്തിനാ കുരിശിൽ പോകുന്നത്? ഈ കല്ലുകൾ അപ്പമാക്കി ആളുകൾക്ക് കൊടുത്താൽ പോരെ? നിന്നെ ആളുകൾ തിരിച്ചറിയില്ലേ? നിന്നെ കൂടി ആളുകൾ ചേർന്നുകൊള്ളുവില്ലേ? കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. വീണ്ടും പറഞ്ഞു, നീ ദേവാലയത്തിൻ്റെ മുകളിൽ താഴോട്ട് ചാട്, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവത്തിൻ്റെ മാലാഖമാർ നിന്നെ കാത്തുകൊള്ളും. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. വീണ്ടും സാത്താൻ പറഞ്ഞു, എന്നാൽ നീ എന്നെ ഒന്ന് വീണ് വന്നിച്ചാൽ മതി, ഈ ലോകത്തെ സകല സ്വത്തുക്കളും ഞാൻ നിനക്ക് തരാം, സകല സമ്പാദ്യവും നിനക്ക് തരാം, ദൈവമായ കർത്താവിനെ മാത്രമേ വന്ദിക്കാവൂ. ഇത് പറഞ്ഞ കർത്താവ് അവനോട് അടുത്ത് പറയുന്നത് എന്താണ്? സാത്താനെ, നീ എന്നെ വിട്ടുപോകുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചട്ടമ്പികൾ കവലയ്ക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ചില ചെറുപ്പക്കാർ എന്നിട്ട് പറയും, ഏയ് സ്റ്റാൻഡ് വിട്ടോളാൻ, അല്ലെങ്കിൽ അടി കിട്ടും. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ കർത്താവ് സാത്താനോട് പറയുന്നത് സ്റ്റാൻഡ് വിട്. ആ കഠിനമായ വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു ദൈവ പൈതൽ നീതിരഹിതമായതിനെ സഹിക്കുവാൻ പാടില്ല. നീതി കാണുമ്പോൾ സന്തോഷിക്കുകയും അനീതിയുടെ നേരെ പ്രതികരിക്കുകയും ചെയ്യാത്തവൻ ദൈവത്തിൻ്റെ മക്കളല്ല. അത് ദൈവീകമല്ല. യേശുക്രിസ്തു സർപ്പസന്തതികളെ, വെള്ളത്തച്ച ശവക്കല്ലറുകളെ എന്ന് യഹൂദ പ്രമാണിമാരെ വിളിക്കാൻ കാരണം അവരുടെ അനീതിയാണ്. അതാണ് നാം നമ്മുടെ സഭയെക്കുറിച്ച് തീഷ്ണതയോടെ പഠിക്കാനുള്ള കാരണം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കിയല്ലോ? 10 ലക്ഷത്തോളം യഹൂദന്മാരെ നിഷ്കരണം കൊന്നൊടുക്കി ഹിറ്റ്ലർ. ജർമ്മനിലെ ഭരണാധികാരി, ജർമ്മൻ ജനത മുഴുവനും ഹിറ്റ്ലർ കാണിച്ച ഈ ക്രൂരതയ്ക്ക് കൂട്ടായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ആണോ? അല്ല. പക്ഷേ ജർമ്മൻ ജനത എന്തു ചെയ്തു? ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം വള്ളത്തിൽ വെള്ളം കയറാതിരിക്കാനായിരിക്കാം, അവർ മൗനം പാലിച്ചു. അതുകൊണ്ട് ഹിറ്റ്ലറുടെ ക്രൂരത നടമാടി. റഷ്യയിലും, ഞാൻ രാഷ്ട്രീയം പറയല്ല, ചൈനയിലും മറ്റും ഒരൊറ്റ പാർട്ടി അധികാരം പിടിച്ചെടുത്തപ്പോൾ ബാക്കിയുള്ളവർ ആ അനീതിക്ക് നേരെ കണ്ണടച്ചു. അതുകൊണ്ട് അവരുടെ ആ അനീതി അവിടെ നടമാടുകയാണ്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ അച്ഛൻ പറഞ്ഞ സമയത്ത് നിർത്തുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ലോകത്തിലേക്കും ഏറ്റവും സൗമ്യനായ ഒരാളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും സൗമ്യൻ ആരാണെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഏറ്റവും സൗമ്യൻ
ഏറ്റവും ശാന്തനായവൻ ആരാന്ന് നിങ്ങൾക്ക് പറയാമോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം, ഇത് വീട്ടിൽ പോയി നോക്കാൻ വേണ്ടിയാ. സംഖ്യാപുസ്തകം, പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഇനി നിങ്ങൾ പറയോ, ആരാണ് ഏറ്റവും സൗമ്യനായ ആള്? ഭൂതലത്തിലുള്ള സകലരിലും വെച്ച് അതിസൗമ്യൻ ആരായിരുന്നു? ഇപ്പോഴും മനസ്സിലായില്ലേ? മോശ. ഈ മോശയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. മോശ മിസ്രൈമിൽ ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വന്ന ഇസ്രയേലിനാണ്, ലേവി കുടുംബത്തിലെ പുരുഷൻ. അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതാണ്. അവനവിടെ വളർന്നു വരുന്നു. യുവാവായി അവൻ വളരുന്ന സമയത്ത് അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രയേലിൻ്റെ ഒരു ചെറുപ്പക്കാരനെ ഒരു ഈജിപ്ഷ്യൻ, ഒരു മിസ്രൈമിൻ അടിക്കുന്നത് മോശ കണ്ടു. ഇതറിയാവുന്നവരൊന്ന് കൈവക്കിക്ക്. ഇത്രയും പേർക്കറിയാം. എന്താണ് ഞാൻ പറഞ്ഞത്? തൻ്റെ സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരു യഹൂദനെ, ഒരു ഇസ്രയേലിനെ ഒരു മിസ്രൈമിൻ അടിക്കുന്നത് മോശ കണ്ടു. മോശ എന്തു ചെയ്തു? മോശ ചെന്ന് ആ മിസ്രൈമിനെ അടിച്ച് കൊന്ന് മണലി പൂത്തി. ആ മോശയാണ് ലോകത്തിലേക്കും സൗമ്യൻ. പല ആളുകൾക്കും സൗമ്യത എന്താണെന്ന് അറിഞ്ഞുകൂടാ. തൂമ്പയെ തൂമ്പയെന്ന് വിളിക്കണം. തൂമ്പ കണ്ടുവച്ചിട്ട് ചെവി തോണ്ടിയാന്ന് പറഞ്ഞാൽ പറ്റുമോ? പീലാത്തോസ് ചെയ്ത തെറ്റെന്താണ്? പീലാത്തോസിനറിയായിരുന്നു ഈ മനുഷ്യരിൽ ഒരു കുറ്റവും കാണുന്നില്ല, കൊണ്ടുപോയി കുരിശിച്ചോളാൻ. ആർക്ക് വേണ്ടി പറഞ്ഞു? ആരുടെ പ്രീതിക്ക് വേണ്ടി പറഞ്ഞു? ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്ന വാക്ക്, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. എനിക്കെൻ്റെ സഭയെക്കുറിച്ച് പറയുവാനുള്ളത് പറഞ്ഞേ മതിയാകൂ. അതിൽ തെറ്റുണ്ടെങ്കിൽ, അതിൽ അനീതിയുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പല ആളുകളും പങ്കിട്ട് കൊടുക്കണം എന്ന് പറയുന്ന സൗമ്യന്മാരാണ് ഈ സഭയെ പങ്കിടാൻ. നിങ്ങൾക്കറിയാമല്ലോ, സോളമൻ ചക്രവർത്തിയുടെ അടുക്കൽ 2 സ്ത്രീകൾ വന്നു ഒരവകാശ തർക്കവുമായിട്ട്. എന്താണ് അവകാശ തർക്കം? കുഞ്ഞ് എൻ്റേതാണ്. 2 പേരും പറഞ്ഞു കുഞ്ഞ് എൻ്റേതാണ്. ചക്രവർത്തി എന്തു പറഞ്ഞു? ഒരു കാര്യം ചെയ്യാം, വാള് കൊണ്ടുപോവാ, നടുവെ മുറിച്ച് 2 പേർക്കും ഓരോ കഷണം കൊടുക്കാം. ഒരു സ്ത്രീ എന്തു പറഞ്ഞു? രാജാവേ, സന്തോഷം, എനിക്ക് ആ കഷണം കിട്ടിയാലും മതി. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ എന്തു പറഞ്ഞു? കൊല്ലണ്ട, അവൾക്ക് കൊടുത്തേക്ക്. ആരാ പ്രിയപ്പെട്ടവരെ കുഞ്ഞിൻ്റെ അമ്മ? കഷണം ചോദിച്ച ആളാണോ? വേണ്ടെന്ന് പറഞ്ഞ ആളാണോ? ഈ സഭയുടെ കഷണം ചോദിക്കുന്നവരാണോ ഈ സഭയുടെ യഥാർത്ഥ അവകാശി? എനിക്ക് കഷണം കിട്ടിയാലും മതി എന്ന് പറയുന്നതാണോ കുഞ്ഞിൻ്റെ അമ്മ? കാശ്മീർ പ്രശ്നം എങ്ങനെയാണെങ്കിൽ പരിഹരിക്കാമല്ലോ. അവിടെ വോട്ടിട്ട് ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ തീരുമാനമെടുത്ത് കൊടുക്കാലോ. പ്രശ്നം തീർന്നില്ലേ? ഈ രാജ്യത്ത്, നിങ്ങൾ താമസിക്കുന്ന ഈ ബഹ്റിൻ രാജ്യത്ത് അനീതി അക്രമം ഉണ്ടായാൽ അതിന് നേരെ കണ്ണടച്ചിരുന്നാൽ മതിയോ? അനീതിയുടെ നേരെ പ്രതികരിക്കാത്തത് ക്രിസ്തീയത്വമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ വലിയ ഭാഗ്യം നമുക്ക് നേടാൻ കഴിയണം.
അതാണിന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്. പത്രോസിൻ്റെ നന്മ കണ്ടപ്പോൾ പത്രോസിനെ കർത്താവ് അഭിനന്ദിച്ചു. അവനിൽ തിന്മ കണ്ടപ്പോൾ സാത്താനെ, നീ മനുഷ്യരുടേതാണ് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റേതല്ല എന്ന് പ്രതികരിക്കുവാൻ കർത്താവിനൊരു വിഷമവും ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതാണ്. അതുകൊണ്ട് പത്രോസ് മറ്റൊന്നുകൂടെ ചെയ്തു. കർത്താവിനെ പിടിക്കാൻ വന്നവനെ വാളൂരി അവൻ്റെ ചെവി വെട്ടി. അപ്പോൾ കർത്താവ് പറഞ്ഞു, വാള് ഉറയിലിട്, വാളെടുക്കുന്നവൻ വാളാലെ. എന്നാൽ ഇന്ന് കേരളത്തിൽ മലങ്കര സഭയിൽ ഒരു ഭീകര പ്രസ്ഥാനമുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേഫ. ആരാണ് കേഫ? പത്രോസ്ലിയ. പത്രോസ്ലിയയുടെ പേരിട്ടിട്ട് അക്രമവും അനീതിയും അഴിഞ്ഞാട്ടവും നടത്തുന്ന ഒരു സഭയിലെ പ്രത്യേക ഗുണ്ട സംഘമാണ് കേഫ. ആ അനീതിയെ നമുക്ക് ചെറുക്കാൻ പത്രോസിനെ പോലെ വാളെടുക്കേണ്ട ആവശ്യമില്ല. നാം നീതിയുടെ മാർഗത്തിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാം ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ നാം അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരായിത്തീരും, സഭാ മാതാവിനെ വേദനിപ്പിക്കുന്നവരായിത്തീരും എന്ന് സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.